ഒരു കമ്മലിടാൻ പോലും പഠിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. എന്റെ രേണു, കമ്മലിടാനെങ്കിലും പഠിക്കണ്ടേ? ഈ രേണുവിന്റെ പുതിയ വന്നൊരു വീഡിയോ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അല്ല എന്റെ പ്രശ്നം. എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വീഡിയോക്ക് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ്. ഷാൾ ഇട്ടപ്പോൾ കമ്മൽ ഊരി പോയോലി. പോയോലിയോ? ഇതിനോട് സാമ്യമായ ഏതോ ഒരു മലയാളം വാക്ക് എനിക്കറിയാലോ. അതായിരിക്കില്ലല്ലേ ഇത്? കമ്മലൂരി പോയല്ലോ എന്നായിരിക്കും ഉദ്ദേശിച്ചത്. രേണുവിന്റെ മലയാള സാക്ഷരത കെങ്കേമമാണെന്ന് നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. അത് വീണ്ടും രേണു ഊന്നി ഊന്നി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോ രേണുവായിട്ട് ബന്ധപ്പെട്ട് കുറെ വിഷയങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടൊരു വിഷയം രേണുവിന്റെ പുതിയതായിട്ട് ചെയ്തിട്ടുള്ള ആൽബത്തിന്റെ സംവിധായകൻ പുറത്തു വന്ന് സംസാരിച്ച കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനെ തുടർന്ന് കുറെ വീഡിയോകൾ വീണ്ടും വീണ്ടും പുറത്തു വന്നിട്ടുണ്ട്. അതിനൊന്നും ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല. കാരണം ജസ്റ്റ് ഞാനൊന്ന് ആശുപത്രിയിലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് റിയാക്ട് ചെയ്യാൻ പറ്റാതെ പോയത്. ആ വിഷയത്തെ കുറിച്ച് ഞാൻ സംസാരിക്കണം എന്റേതായ ഒരു അവതരണ രീതിയിൽ. ആ ഒരു സാധനം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളിലേക്ക് പോകാം. രേണുവിന്റെ മറ്റൊരു സാധനം കൂടെ നമുക്ക് കാണാം. രേണു ഇപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റീൽസിൽ കാണുമല്ലോ, ഇന്ന ആള് കമന്റ് ഇടുന്നവരെ, അർജുൻ അശോകൻ കമന്റ് ഇടുന്നവരെ ഞാൻ ഈ ബൈക്കിന്റെ പുറത്തുനിന്ന് ഇറങ്ങൂല, മമ്മൂട്ടി ലൈക്ക് കമന്റ് ഇടുന്നവരെ ഞാൻ ഈ സിനിമ കാണുന്ന നിർത്തൂല, ഇങ്ങനെയൊക്കെ കുറെ സാധനം ഉണ്ടല്ലോ. അതേപോലെ രേണുവിന്റെ ഫാൻ ഒരു കമന്റ് ഇട്ട്, കമന്റ് വായിക്കാട്ടോ. രേണു ശ്രുതി ഇതിന് കമന്റ് ചെയ്താൽ ഞാൻ നാളെ മുതൽ നന്നായിക്കോളാം. അപ്പൊ ഇത്രയും നാളായിട്ട് നമ്മൾ നന്നല്ല എന്നാണ് കുട്ടി പറയണത്. രേണുസുതി കമന്റ് ഇട്ടാലേ നന്നാവൂ. നല്ലതാ, നന്നാക്കാൻ പറ്റിയ ആളാണത്. ദുർഗുണ പരിഹാര പാഠശാലയിൽ നമ്മൾ പോയി പഠിക്കുന്ന പോലെ തന്നെ രേണുവിന്റെ അടുത്ത് പോയി ഗുരുകുല വിദ്യാഭ്യാസം ഏറ്റെടുക്കണമെന്നാണ് എന്റെ ഒരു ഇത്. അങ്ങനെ പഠിച്ചു കുട്ടി നന്നാവണം. നല്ല ഓ, അതിന് രേണു കമന്റ് ഇട്ടിട്ട് അത് സ്റ്റോറി വിട്ടു. രേണു കമന്റ് ഇട്ടത് ഞാൻ ഇക്കോ ഇതെന്തൊരു ഇതെന്തൊരു ഇക്കോ എന്തൊരു? എന്നിട്ടൊരു തീയും 3 ഹൃദയവും ഒരു കണ്ണിക്കൂടുള്ള ലവും ഒരു കണ്ണീന്നുള്ള കണ്ണീരും. ഞാനിക്കോ നന്നായിക്കോ ആണല്ലേ? രേണു ശരിക്കും സ്കൂളിന്റെ വരാന്ത കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സമ്പൂർണ്ണ സാക്ഷരതയിൽ നിൽക്കുന്ന കേരളത്തിന് ഒരു അപമാനമായി തീർന്നുകൊണ്ടിരിക്കുകയാണ് രേണുവിന്റെ മലയാളം ആൻഡ് ഇംഗ്ലീഷ് അക്ഷരം എന്നൊക്കെ പറയുന്നത്. ഏതായാലും ഈ കുട്ടി ഞാൻ ഇക്കോ ആയെന്ന് രേണു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുട്ടി എത്രയും പെട്ടെന്ന് ഞാൻ ഇക്കോ ട്ടോ. ഇനി നമുക്ക് രേണുവിന്റെ യഥാർത്ഥ വിഷയങ്ങളിലേക്ക് വരാം. യഥാർത്ഥ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്ന പോലെ തന്നെ പുതിയ സംവിധായകൻ പുറത്തു വന്നു. സംവിധായകൻ പുറത്തു വന്നത് ഷെഫീന ബീവിയുടെ ചാനലിൽ കൂടെയാണ്. സോ ഷെഫീന ബീവി ഓൾറെഡി രേണു ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം കിച്ചുവിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ കിട്ടു. ഏതാ കിച്ചു ആദ്യം വന്നിട്ട് കിച്ചുവിന്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഷെഫീന ബീവി കിച്ചുവിന്റെ കൂടെ വന്നൊരു ഫോട്ടോ കിട്ടു. സോ ഈ കുറ്റം നമ്മൾ ഇത് എങ്ങോട്ട് വെക്കും നോക്കിയപ്പോഴാണ് ഷെഫീന ബീവി ഒരു തോളുമായിട്ട് അങ്ങോട്ട് വന്നത്. സോ ആ തോളത്തോട്ട് കയറ്റി ഇങ്ങോട്ട് വെച്ച് ഷെഫീൻ അവനെ മാനിപ്പുലേറ്റ് ചെയ്ത് പറയിച്ചു എന്നാണ് പുള്ളിക്കാരി ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷം എന്തോ പറ്റി? ഒരു സംവിധായകൻ രംഗത്ത് വന്നു. രേണുവിനെ അഭിനയിക്കാൻ അറിഞ്ഞൂടാ, രേണു മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കി, രേണു വസ്ത്രം ഇട്ടില്ല, അല്ല അങ്ങനല്ല ഇവര് കൊടുത്ത വസ്ത്രം ഇട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അപ്പോ അതും ഷെഫീന ബീവിയുടെ തലക്കൊട്ട് വെച്ചു കൊടുത്തു. എന്താണ് അത്? ഷെഫീന ബീവിക്ക് വേണ്ടി നമ്മൾ ടാർഗറ്റ് ചെയ്ത സാധനമാണ്. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാട്ടോ. അത് വേറൊരു സാധനം, അതിനെക്കുറിച്ച് നമുക്ക് ചെയ്യാം. അപ്പോ രേണുവും ഈ ഷെഫീനയും തമ്മിലുള്ള വെല്ലുവിളികൾ തകൃതിയായി നടക്കുന്നു. നമുക്ക് കേട്ടോളാം. നാണം കെട്ടവനെ, നിന്റെ ഇന്നത്തെ ഇന്റർവ്യൂ ഞാൻ കണ്ട്. അതിനകത്ത് നീ വെൽ പ്ലാൻഡ് ആണ്. നിന്റെ വായും തന്നെ തെളിയിച്ചിട്ടുണ്ട്. നിന്റെ നാക്ക് തന്നെ നിനക്ക് പിഴയായി. ഇവിടെ നാക്ക് പിഴയ്ക്ക് നാം അടിച്ച് പൊട്ടിച്ചളയും. കറക്റ്റ് ആയിട്ട് പറയണ്ടേ? ഇതെന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇത് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം കേട്ടോ. ഈ സംവിധായകൻ വിപിൻ ലാലോ അങ്ങനെ എന്തോന്നയുടെ പേര്, ഇയാള് ഒരു ഇന്റർവ്യൂ കൊടുത്തു. ഇപ്പൊ പുതിയതായിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തു. ആ ഇന്റർവ്യൂവിനകത്ത് ഇയാൾ പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഷെഫീന ബീവിയുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തു, അതിനുശേഷമാണ് ഈ ആൽബം ഷൂട്ട് ചെയ്തത്. അപ്പൊ ഇവരെ അറിഞ്ഞു വെച്ചുള്ള പരിപാടിയാ. ഏതാ അത്? ഇയാള് കമന്റ് ഇട്ട് എന്തോ ഞാൻ വേറെ കണ്ടന്റ് തരാം അങ്ങനെ എന്തോണ്ടാ ഇയാൾ ഉദ്ദേശിച്ചത്? ഞാൻ ഇനി രേണുവിനെ വെച്ച് നല്ല കണ്ടന്റ് തരാമെന്നാണോ, അത് രേണുവിനെ വെച്ചിറക്കുന്ന ഈ അപരാധ കണ്ടന്റ് തരാനാണോ എന്നാണോ അറിയത്തില്ല. പക്ഷെ ഇവരിപ്പോ പറഞ്ഞു വെക്കുന്നത് അപ്പൊ ഷെഫീന ബീവിയും ഇയാളും കൂടെ പ്ലാൻ ചെയ്തിട്ടുള്ള സാധനമാണ്. അതാണ് പറയുന്നത്. പിഴച്ചു. അത് ദൈവത്തിന്റെ ഒരു കയ്യൊപ്പം തന്നെ നീ തന്നെ പറയുന്നുണ്ട്. ഈ ഓരോ കണ്ടന്റ് എടുത്തിട്ട് താത്തയായിട്ട്, അതായത് ഷഫീന ബീവി തെറുത്താത്തയ്ക്ക് കൊടുക്കാനുള്ള കണ്ടന്റ് മാത്രമാണ് നിന്റെ ആൽബം എന്ന് പറയുന്ന പ്ലാൻ. എന്നെ പ്ലാൻ ചെയ്ത് നീയൊക്കെ വരുത്തിയിട്ട് എന്നെ പീഡിപ്പിച്ച് അല്ലെങ്കിൽ എന്ന് പറഞ്ഞേ താങ്കളല്ല അയാൾ അങ്ങനെ ചെയ്തു. എന്നിട്ട് താങ്കൾ എന്താണ് ഇത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാത്തത്? ഇത്രയും വലിയൊരു അലിഗേഷൻ ഇടുമ്പോൾ താങ്കൾ എന്തുകൊണ്ട് നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചില്ല?
ചുമ്മാ അലക്കുകയാണ്. എന്ത് പറഞ്ഞാൽ അവൻ കുടുങ്ങും, ജനം നമ്മുടെ കൂടെ നിൽക്കും. പീഡനം പീഡനം അവൻ പിടിപ്പിച്ച് അവൻ അത്രേ ഉള്ളു സംഭവം. ഇതിനകത്ത് രണ്ടും ലോകോത്തര ഉടായ്പകളാണ്. രേണു ഉടായ്പ നമ്പർ 1, ബിപിൻ ലാല് വളർന്നു വരുന്ന ഉടായ്പ നമ്പർ 1. ഫുള്ളായിട്ട് വളർന്നതിൽ രേണുവിന്റെ മേളിലോ രേണുവിന്റെ താഴെ സെക്കൻഡ് സ്ഥാനമോ കിട്ടത്തുള്ളൂ. രണ്ടും ഒന്നിനൊന്ന് മെച്ചം. എനിക്ക് മനസ്സിലായ സാധനം, അയാൾ വിചാരിച്ചത് രേണുവിനെ കൊണ്ടുവരിക, രേണുവിനെ കൊണ്ട് സെസ്കി ആയിട്ട് കുറച്ച് സാധനങ്ങൾ ചെയ്യിക്കുക, കിട്ടിക്കഴിഞ്ഞാൽ വയറ്റിൽ നിന്ന് മുന്തിരി കടിച്ചെടുക്കുക, രേണുവിനെ ഒന്ന് ലിപ് ലോക്ക് ചെയ്യുക, ഒരു ദർശന സുഖം. ഇതാണ് അവൻ ചിന്തിച്ചത്. വീഡിയോ ഇറങ്ങുന്നു, വൈറലാകുന്നു, അവൻ വൈറലാകുന്നു. സംഭവം നടന്നില്ല. നടക്കാത്തപ്പോ എന്ത് ചെയ്തു? ഷബീന ബീവി വിളിച്ചു, ഇവള് വേറെ അഴുക്കപ്പയലാണ് ഇവൾ എന്ന് പറഞ്ഞിട്ട് സാധനം കൊടുത്തു, വൈറലാവുന്നു. പുള്ളിയുടെ സാധനം സക്സസ്. രേണുവിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം നടന്നു, രേണു ഖമാന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഇതൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ ഇയാൾ അയച്ചു കൊടുത്ത സാധനമൊക്കെ രേണു ലൈക്ക് ചെയ്ത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ആ വീഡിയോ താല്പര്യമുള്ളവരത് കണ്ടാൽ മതി. വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിച്ച് നീ കള്ളു കുടിക്കുന്ന സീനൊക്കെ ആക്കിയിട്ട് വൃത്തികെട്ട രീതിയിൽ എന്നെ ആക്കി തീർത്തിട്ട് താത്തയ്ക്ക് കണ്ടന്റ് കൊടുക്കാനുള്ള വെൽ പ്ലാൻ. നിങ്ങളെ എന്തെന്ന് വൃത്തികെട്ട രീതിയിലാക്കണമെന്ന് നിങ്ങളെ തന്നെ വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിക്കുന്നുണ്ട്. ഈ നമ്മളാരും വൃത്തിയായി ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിലധികം ചിത്രീകരണങ്ങൾ താങ്കൾ തന്നെ താങ്കളുടെ സബ്സ്ക്രിപ്ഷനിലും താങ്കളുടെ മീഡിയ സുഹൃത്തുക്കൾ ജ്യേഷ്ഠാനിയന്മാര് ചോദിക്കുമ്പോഴൊക്കെ പറഞ്ഞ് ചിത്രീകരിക്കുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് എന്തോന്ന് ചിത്രീകരിക്കാൻ? ആണ്ട് തന്നെയായിരുന്നു അല്ലെ, പീഡന ശ്രമം തന്നെയാണ് അവിടെ നടന്നത് അല്ലെ, ടോർച്ചറിങ് പീഡന ശ്രമം നമുക്ക് കാണാം. പിന്നെ പീഡന ശ്രമം തന്നെയാണ് അവിടെ നടന്നത് അല്ലേന്ന് അവനോട് ചോദിക്കുക. എടാ എന്നെ പിടിച്ചോണ്ട് നീ പീഡന ശ്രമം നടത്തിയല്ലേ? അല്ലേ? അത് തന്നെയല്ലേ നീ ചെയ്തത്? അതെ അതെ അവൻ അത് തന്നെയാണ് ചെയ്തത്. എന്റെ മീഡിയക്കാരായ സുഹൃത്തുക്കളെ നീ തന്നെ നിന്റെ പ്രൊമോഷൻ തന്നെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവരെന്റെ രക്ഷകരായിട്ട് എത്തി. ഒത്തിരി നന്ദി അവർക്ക്. അതുപോലെ എല്ലാവരും എന്നിട്ട് ഈ മീഡിയക്കാർ സുഹൃത്തുക്കൾ എന്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ അഭിസംബോധന ചെയ്യുന്നില്ല? അല്ലെങ്കിൽ രേണു അനുഭവിച്ച തിക്ത അനുഭവങ്ങളെ കുറിച്ച് അവർ സമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയാത്ത എന്തുകൊണ്ടാ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ലിപ്പ് പുറത്തുവിടാത്ത എന്തുകൊണ്ടാ? അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം നടന്ന ആ സമയത്ത് ഇതിനെക്കുറിച്ച് പുറത്ത് സംസാരിക്കാൻ എന്താ? ബിപിൻ ലാൽ എന്തെങ്കിലും പറയും ഞാൻ അഴുക്കിയാണ്, അപ്പൊ നമ്മൾ പറയുന്നു അവൻ നമ്മളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന്. അത് വല്ലാത്ത സ്ട്രാറ്റജി. ഇതിനെ നമ്മൾ കൗണ്ടർ കേസ് കൊടുക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ് രേണു ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. കൊള്ളാം, ആശയം കൊള്ളാം വർമ്മ സാറേ. ാണ് ഞാൻ രക്ഷപ്പെട്ടത്. എന്തായാലും നമുക്ക് കാണാം ഡയറക്ടറെ, ബാക്കി നമുക്ക് കാണാം. ശേഷം ഭാഗം സ്ക്രീനിൽ കാണാമെന്ന വെല്ലുവിളിയുമായി രേണു നിർത്തിയിരിക്കുകയാണ്. ഇത് മാത്രമല്ല, രേണു വീണ്ടും ഷഫീന ബീവിയെ വെല്ലുവിളിക്കുന്ന 1-2 രംഗങ്ങളൂടെ നമുക്ക് കണ്ടുനോക്കാം. ബീവി, നീ കുറെ നാളായി തുടങ്ങിയിട്ട് എന്റെ ഇളയ കുഞ്ഞിനെ പിതൃത്വം തെളിയിക്കണം. ഓക്കെ, തെളിയിക്കാം. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ചെലവിന് നീ തെളിയിച്ചിട്ട് പോയാൽ മതി. നിന്റെ ചെലവിന് നീ ഏതായാലും സുധിച്ചേട്ടൻ മരിച്ചു പോയല്ലോ, കല്ലറയിൽ ചെന്ന് റീപോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് നീ DNA ടെസ്റ്റ് എടുത്തിട്ട് നീ വാചകം പഠിച്ചാൽ മതി. നിന്റെ ചെലവ് എനിക്കും ഇതിനെ തെളിയിക്കണോടി. പക്ഷേ നീ നിന്റെ ചെലവില് ചെയ്യണം. അല്ല, അവരുടെ ചെലവിൽ അവർ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. അവരുടെ ചെലവിൽ അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കുറെ അലിഗേഷൻ ഇടാം. നിങ്ങൾക്കെതിരെ വന്ന അലിഗേഷൻ പ്രൂവ് ചെയ്യാന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ കൊച്ചിന്റെ തന്ത നിന്റെ ഭർത്താവല്ല കേട്ടോ എന്ന് പറയുമ്പോഴത്തേനും ഇല്ല, അയാൾ തന്നെയാണ് എന്റെ ഭർത്താവ്, അയാൾ തന്നെയാണ് എന്റെ കൊച്ചിന്റെ അച്ഛൻ എന്ന് തെളിയിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അവരെന്തിനാണ് നിങ്ങളുടെ കൊച്ചിന്റെ പിതൃത്വം തെളിയിക്കാനായിട്ട് നടക്കുന്നത്? അതൊന്ന്. 2, ഈ DNA ടെസ്റ്റ് തെളിയിക്കാനായിട്ട് എന്റെ ഒരു അറിവ് വെച്ചിട്ടോ, സിനിമയിലൊക്കെ കണ്ട അറിവ് വെച്ചിട്ടോ, തെറ്റാണെന്നുണ്ടെങ്കിൽ അറിവുള്ളവരെ തിരുത്തി തരിക. നമ്മുടെ അദ്ദേഹം ഉപയോഗിച്ച ചീപ്പിലെ മുടികളുടെ ഒക്കെ വെച്ചിട്ട് ഈ DNA വീണ്ടും ചെയ്യാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയാൻ പാടില്ല. എന്തായാലും അങ്ങനെ DNA തെളിയിക്കാൻ തോന്നുന്നു. അങ്ങനെ DNA തെളിയിക്കാം. പിന്നെ ഈ DNA തെളിയിക്കണമെങ്കിൽ സിമ്പിൾ ആയിട്ട് നേരെ കൊണ്ട് ചെന്നിട്ട് എന്റെ DNA തെളിയിക്കണം, കൊച്ചിന്റെ DNA എന്ന് പറഞ്ഞ് ചെയ്യത്തില്ല. അതിന് ഒരുപാട് ലീഗൽ നൂലാമാലകൾ ഉണ്ടെന്ന് കൂടെ മനസ്സിലാക്കുക. ഇല്ല, ഈ DNA തെളിയിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരാമെന്ന് പറഞ്ഞിട്ട് ദയവ് അവിടെ നിന്ന് സ്റ്റേറ്റ്മെന്റ് നോക്കാൻ താന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ലല്ലോ. എല്ലാം വാഗ്ദാനം മാത്രമേ ഉള്ളൂ, വെള്ളിമുഖിക്കകത്ത് തുറന്നല്ലോ, ഒന്നും നടക്കാൻ പോകുന്നില്ല. നീ തന്നെ തെളിയിച്ചോ. നീ ഒരു കാര്യം ചെയ്യും, നീ ഏതായാലും മരിച്ച ആളുടെ DNA ടെസ്റ്റ് ചെയ്യണമെങ്കിൽ റീപോസ്റ്റ്മോർട്ടം ചെയ്യണമല്ലോ, കുഴി മാന്തണമല്ലോ. അപ്പൊ നീ അങ്ങനെ നിന്റെ റിസ്കിൽ നീ തന്നെ ചെയ്യണം കേട്ടോടി കള്ളിത്താത്തെ. ഓക്കെ, കള്ളി പൂങ്കുയിലെ താങ്കളുടെ ചെലവിൽ ആ കുട്ടിയുടെ പിതൃത്വം തെളിയിച്ചിട്ട് കൊല്ലം സുധി തന്നെയാണ് ആ ആ പിതാവ് എന്നുള്ളത് ഷഫീന ബീവി തെളിയിച്ച് ആ സർട്ടിഫിക്കറ്റ് എടുത്ത് രേണുവിന് കൊടുക്കണം. അപ്പൊ രേണു എന്ത് ചെയ്യും? മെയിൻ സ്ട്രീം 1 എന്ന് പറയുന്ന ചാനലിൽ കല്യാണ സർട്ടിഫിക്കറ്റ് ബുക്ക് കാണിച്ചാൽ ഈ സർട്ടിഫിക്കറ്റ് ബുക്ക് കാണിക്കും. ഇതാണ് എന്റെ കയ്യിലുള്ള അടുത്ത രേഖ എന്നും പറഞ്ഞിട്ട് കാണിക്കും. കൊള്ളാം, നല്ലയാ. ഇത് എനിക്ക് ഭയങ്കര ചെലവുള്ള പരിപാടിയാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് തീർത്ഥത്തെ നീ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തെളിയിക്കണമെങ്കിൽ നിങ്ങൾ തെളിയിക്കണം. നിങ്ങളുടെ പേരിലാണ് അലിഗേഷൻ, അത് തെളിയിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കണം. ഓരോ മണ്ടത്തരങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. ബാക്കിയാണ് നിന്റെ പുറകിൽ ആരൊക്കെയാണ് എന്ന് എനിക്കറിയില്ല. നിന്റെ പുറകിൽ ആരുണ്ടേലും ഇല്ലേലും എനിക്ക് വിഷയമല്ല. നീ എന്റെ ഇളയ കുഞ്ഞിന്റെ DNA ടെസ്റ്റ് നടത്തണം, പിതൃത്വം തെളിയിക്കണമെന്ന് പറഞ്ഞ് നടത്തുമല്ലേ. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ പറഞ്ഞ പോലെ നീ
നീ അത് ചെയ്ത് കാണിക്കണ്ടേ? നീ കാണിക്കണം. നീ പെണ്ണാണെങ്കിൽ നീ നല്ല തന്തയ്ക്ക് പറഞ്ഞവളാണ്, നീ കാണിക്കണോടി. നീ DNA ടെസ്റ്റ് എടുപ്പിക്കണം കേട്ടോടി. പ്രൊവോക്കിംഗ് വീണ്ടും വീണ്ടും പറഞ്ഞ് പ്രൊവോക്ക് ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് ഒരു 10,000-2,000 രൂപ പോണം. 2,000 ആണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, ഒരു അതിശക്തി പറഞ്ഞ അത് പോണം. അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ പോകുമ്പോൾ ഒരു സമാധാനം കിട്ടും. ഏതായാലും എനിക്ക് അങ്ങനത്തെ സംശയമൊന്നും ഇല്ല കേട്ടോ. ആ കൊച്ച് കൊല്ലസുതിയുടെ അല്ല എന്നുള്ള സംശയമൊന്നും എനിക്കില്ല. ഞാൻ അങ്ങനത്തെ വാദങ്ങളൊന്നും വെക്കുന്നില്ല. അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അത് അവർ തെളിയിക്കാതിരിക്കുവോ തലയും കുത്തി നിൽക്കുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. എനിക്ക് ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് ചില ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്ത് ഒപ്പോസ് ചെയ്ത് വന്നിട്ടുണ്ട്. രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു വ്യക്തിത്വം ട്രാൻസ്ജെൻഡറിലുള്ള കുറച്ച് ആളുകളാണ്. ഇവർ രേണുവിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം അവിടുന്ന് രേണുവിനോട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് ഈ സപ്പോർട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ദീപ്തി കല്യാണി എന്ന് പറയുന്ന ഒരാളുണ്ട്, നിങ്ങൾക്കറിയാം. അപ്പൊ ഈ ദീപ്തി കല്യാണി ഇപ്പൊ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതിനകത്ത് സംഭവം എന്ന് പറഞ്ഞാൽ ദീപ്തി കല്യാണി രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ ദീപ്തി കല്യാണിയെ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന രേണുവിന്റെ ശിങ്കിടികൾ എതിർക്കുന്നു. ഒരു ട്രയാങ്കിൾ സ്റ്റോറി. ആ സ്റ്റോറി എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ. ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ദീപ്തി കല്യാണി എതിർക്കുന്നതിന്റെ കാരണം എന്താ? എടി ഇവിടെ മറയ്ക്കുന്ന വസ്ത്രം ഇടണം, അതാണ് കുലസ്ത്രീകൾ, അന്തസ്സുള്ള സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്നുണ്ട്. പക്ഷെ രേണു അത് ചെയ്യുമ്പോ രേണു ഇച്ചിരി കാണിച്ചാല് രേണുവിന് അന്തസ്സുണ്ട് കേട്ടോ, നമുക്ക് മാറ്റി പറയുന്നുണ്ട്. അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആട്ടെ. അപ്പൊ ഈ ദീപ്തി കല്യാണി പറയുന്നത് നമുക്ക് കേൾക്കാം. ക്യാമറയുടെ മുമ്പിൽ നിങ്ങൾ ഈ കാണുന്ന രേണു അല്ല, രേണു സുധി അല്ല. നമ്മൾ ക്യാമറ മുമ്പിൽ കാണുന്ന രേണു അല്ല, നമ്മൾ കാണുന്നത് രേണു സുധി അല്ല. ഇത്രയും നമ്മളെ പച്ചയ്ക്ക് പറ്റിച്ചോണ്ടിരിക്കുകയാണ്. അത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ആണെന്ന് തോന്നുന്നു. നമുക്ക് ഒന്നേ നേക്കാം നല്ല മനസ്സിലാക്കും. ക്യാമറയുടെ മുമ്പിൽ നിങ്ങൾ ഈ കാണുന്ന രേണു അല്ല, രേണു സുധി അല്ല. അവരൊരു മനുഷ്യനാണ്. അവര് മനുഷ്യനായിരുന്നു. ഇത് പണയണ്ടേ, നമ്മൾ അറിഞ്ഞില്ല. അവര് മനുഷ്യനായിരുന്നില്ലയോ? ഭയങ്കര പുതിയ അറിവായി പോയി. രേണു സുധി ഒരു മനുഷ്യനാണ്, മനസ്സിലായോ? ബാക്കി പറ. ക്യാമറ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവർക്കൊരു മനസ്സുണ്ട്. അത് നിങ്ങൾ ആരും കാണുന്നില്ല. ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് ഇപ്പൊ മോനായിട്ടുള്ള രേണുസുര മോനും അവർ തമ്മിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് അവർ അമ്മയും മോനും വിഷയം അല്ലേ? അപ്പൊ അതിന് എന്തോ ഒരു ഇഷ്യൂ എന്താന്ന് പോലും അറിയാതാണ് സപ്പോർട്ടും താങ്ങി പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്. എന്തോ ഒരു ഇഷ്യൂ മോനും അമ്മയും തമ്മിലുണ്ട്. എന്തോ ഒരു ഇഷ്യൂ, അതവർ തീർത്തോട്ട്. ഇഷ്യൂ എന്താ അതെനിക്ക് അറിയാൻ പാടില്ല. അതെന്നോട് പറയാൻ പറഞ്ഞിട്ടില്ല. എന്നോട് പറയാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. ഉള്ളിൽ പുറത്ത് കിടക്കുന്നത് പുറകിൽ എന്താണെന്നുള്ളത് നമ്മൾക്ക് ഈ പറയുന്ന എനിക്കോ ഈ ചോദിക്കുന്ന നിങ്ങൾക്കോ ഈ കാണുന്ന നാട്ടുകാർക്കോ അറിയില്ല. അപ്പൊ അത് അറിയാത്ത കാര്യങ്ങൾ വിളിച്ചു പറയും ക്യാമറയുടെ മുമ്പിൽ. നിങ്ങൾ അപ്പൊ അറിയാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്നതാണ് എനിക്ക് താങ്കളോടും പറയാനുള്ളത്. താങ്കൾ ചുമ്മാ വന്നിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നവരുണ്ട്. രേണു ഒരു മനുഷ്യനല്ല എന്ന് പറയുന്നു, പിന്നെ പറയുന്നു രേണു ഒരു മനുഷ്യനാണ്, രേണുവിന് മനസ്സില്ലെന്ന് പറയുന്നു, പിന്നെ പറയുന്നു രേണുവിന് മനസ്സുണ്ടെന്ന് പറയുന്നു. എന്തൊക്കെയോ പറയുന്നു. നമുക്ക് ഇവര് പറയുന്നത് കുറച്ചും കൂടെ കേൾക്കാം. തെറിത്താത്തോടാണ്. കാരണം ഇതിപ്പോ ചിലപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ തെറിത്താത്ത എന്നെ പൊങ്കാലിടുമായിരിക്കും. എന്നാലും എനിക്കത് വിഷയമല്ല. പറയാനുള്ളത് മുഖത്തേക്ക് ഞാൻ പറയും. എന്നിട്ട് മുഖത്ത് നോക്കിയല്ലോ, ക്യാമറ നോക്കിയല്ലോ പറയുന്നേ. പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരെ വണ്ടി പിടിച്ച് ഷെഫീന ബീബിയുടെ വീട്ടിൽ പോയി അവരുടെ മുഖത്ത് നോക്കി പറയണം. ധൈര്യം ഉണ്ടോ? അല്ലെങ്കിൽ ഈ മുഖത്ത് നോക്കി പറയണം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറയാനുള്ള. എനിക്ക് പറയാനുള്ളത് ഞാൻ വ്യക്തമായി പറയും എന്ന സ്റ്റേറ്റ്മെന്റ് ആയിരുന്നല്ലോ. മുഖത്ത് നോക്കി പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഖത്ത് നോക്കി പറയണം. ഇല്ലേ അത് മോശം. ഒരാളെ കൊന്നിട്ടായാലും വേണ്ടില്ല റീച്ച് കിട്ടണം. തെറിത്താത്തേക്ക് അങ്ങനെയാണ്. അത് ആ ഒരു ഇരിപ്പങ്ങ് ഇരുന്ന് കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് അങ്ങ് ക്യാമറ ഓൺ ചെയ്തിട്ട് കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് ഈ ചുണ്ടത്തുള്ളത് പിന്നെ എന്താന്നാ പറഞ്ഞേ? അല്ല അത് കുഴപ്പമില്ല, അത് സ്ത്രീകൾ എല്ലാരും ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നത്. അങ്ങനെ ഒന്നും പറയണ്ട. നമ്മളും കട്ടക്കടയൊക്കെ അറിയാന്നുള്ളവര് തന്നെ. ആരേനെ എന്തും പറയാമെന്നാണ് ഈ തെറിത്താത്ത വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ അത് നല്ലതല്ല, നിർത്തിക്കോ. കാരണം നമ്മൾ മറ്റുള്ളവരെ വിറ്റുകൊണ്ട് നമുക്ക് റീച്ച് ഉണ്ടാക്കണമെന്നില്ല. സ്വന്തമായി നമ്മൾക്ക് എന്തെങ്കിലും നമ്മൾ മറ്റുള്ളവരെ വിറ്റുകൊണ്ട് നമുക്ക് റീച്ച് ഉണ്ടാക്കണമെന്നില്ല. നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെറുക്കി വിറ്റ് നമുക്ക് റീച്ച് ഉണ്ടാക്കാം. അങ്ങനെയാണോ? അതാണോ നിങ്ങൾ ഇവിടെയൊക്കെ തുറന്നിട്ടിട്ട് റീച്ച് ഉണ്ടാക്കുന്നത്? അത് സ്വന്തമായിട്ട് സർജറി ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലോ. രേണുസുതി ഉണ്ടാക്കുന്നുണ്ട്. രേണുസുതിക്ക് ഓൺ ആയിട്ടുള്ളതാണ്. അപ്പൊ സ്വന്തമായിട്ടുള്ള അതൊക്കെ വിറ്റ് നമുക്ക് പൈസ ഉണ്ടാക്കാം. പക്ഷെ മറ്റുള്ളവർ കാണിക്കുന്ന തോന്നിയ ദിവസങ്ങളൊന്നും വിറ്റ് നമ്മൾ പൈസ ഉണ്ടാക്കാൻ പാടില്ല. ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്ത് റീച്ച് ഉണ്ടാക്കി നിങ്ങൾ 10 രൂപ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഗുഡ്. എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ. ഇത് രേണു ചേച്ചി പറയാനുള്ളതാണ് കേട്ടോ. രേണു സുധി ഒരിക്കലും വിഷമിക്കേണ്ട. പറയുന്നവരെടുക്കണമെന്ന് പറഞ്ഞോട്ടെ. എന്നെ പോലെ മനസ്സിന് ധൈര്യം കൊടുത്ത് ഭയങ്കര നിങ്ങളെപ്പോലെ മനസ്സിന് ധൈര്യം കൊടുത്തതിന്റെ ഒക്കെയാണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, രേണു കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നേ. രേണുവിനെ വെച്ച് റീച്ച് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ വീഡിയോ ആണോ നോക്കട്ടെ. നാണം കെട്ടവനെ, നിന്റെ ഇന്നത്തെ ഇന്റർവ്യൂ ഞാൻ കണ്ട്. അതല്ല, രേണു പറയുന്നുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ കിട്ടിയില്ല, സ്റ്റോറിയിൽ ഇട്ടേ. ഈ നിങ്ങൾ എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കാതെ വേറെന്തെങ്കിലും വെച്ച് റീച്ച് ഉണ്ടാക്കടാന്ന്. എന്നാലും ഞാൻ നന്നാവൂന്നല്ല, നിങ്ങൾ വേറെന്തെങ്കിലും വിഷയം എടുക്ക്. ഞാനിങ്ങനെ തോന്നിയ ദിവസമൊക്കെ കാണിച്ച് തന്നെ നടക്കും.
പക്ഷെ നിങ്ങൾ എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാൻ പാടില്ല ഇവരുടെയൊക്കെ മനഃശാസ്ത്രം എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മുടെ പ്രിയങ്ക എന്ന് പറയുന്ന ഒരു നടിയുണ്ടല്ലോ, പുള്ളിക്കാരി ആണുങ്ങൾക്ക് വേണ്ടിയൊക്കെ സംസാരിക്കുന്ന ഒരാളാണ്. ഇവരുടെ എല്ലാ ആശയങ്ങളോടൊന്നും യോജിക്കാൻ പറ്റത്തില്ലെങ്കിലും ചില ആശയങ്ങളോടൊക്കെ നമുക്ക് യോജിക്കാം. അങ്ങനെ യോജിക്കാൻ പറ്റുന്ന ഒരു ആശയം ഞാൻ കാണിച്ചത്. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, പണ്ടും പറഞ്ഞിട്ടുണ്ട്, എന്റെ കുടുംബത്തിനും എന്റെ മോനും വളർന്നു വരുന്ന മോനും അന്തസ്സോടെ ഇത് എന്റെ അമ്മയാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ എല്ലാ നാളെ ഇതൊക്കെ അവിടെ കിടക്കും. എന്റെ മോൻ വളർന്നു വരും. അപ്പൊ അതെന്റെ നിന്റെ അമ്മയല്ലേ അതൊന്ന് ചോദിക്കുമ്പോൾ എന്റെ മോനും മാറും. എന്റെ വീടിന്റെ അന്തസ്സിന് തെറ്റാവുന്ന ഒരു ഡ്രസ്സും ഞാൻ ചോദിക്കില്ല. ബിക്കിനി ഇടേണ്ടവർക്കൊക്കെ ഇടാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ബിക്കിനി കുഴപ്പമൊന്നുമില്ല കേട്ടോ, ബിക്കിനിയൊക്കെ വസ്ത്രമാണല്ലോ, അതൊക്കെ ഇടാം. പക്ഷെ നമ്മൾ ഇതിനെ മോശമായിട്ടുള്ള രീതിയിൽ ജനങ്ങളിലേക്ക് കൊടുക്കുമ്പോഴത്തേനും ഇത് സ്വീകരിക്കുന്ന ജനങ്ങൾ അവര് കണ്ടാസ്വദിച്ച് അവര് ഡിങ്കോൾഫി ആയിട്ട് അങ്ങ് പോകും. പിന്നീട് ഒരു സമയത്ത് നിങ്ങളുടെ മക്കൾ വളർന്നു വരുമ്പോഴത്തേനും ആ മക്കളോട് ഈ മക്കളുടെ കൂടെ പഠിക്കുന്നവർ പറയും, നിന്റെ അമ്മയുടെ മറ്റേ ക്ലിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, സൂപ്പർ, എന്റെ അമ്മ സൂപ്പർ എന്ന് പറയുമ്പോഴത്തേനും ഈ മോന്റെ ഒരു മനോവികാരം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഏതായാലും ഇപ്പൊ പുരോഗതി ഉണ്ട്. നമ്മൾ പുള്ളിക്കാരിയുടെ സബ്സ്ക്രിപ്ഷനകത്ത് കാണിക്കുന്ന ശാരീരിക ചില സാധനങ്ങളെ കുറിച്ചിട്ട് സംസാരിച്ച് ഇപ്പൊ ഒരുപാട് മാറ്റമുണ്ട്. അവർ ഭേദപ്പെട്ട വീഡിയോസ് ഇടുന്നുണ്ട്. അങ്ങനെ നല്ല രീതിക്ക് പോകട്ടെ, നമുക്ക് ഒരു പ്രശ്നമില്ല. അവർ നല്ല രീതിക്ക് വീഡിയോ ചെയ്ത് പണം ഉണ്ടാക്കി 3 ലക്ഷം 5 ലക്ഷം 10 ലക്ഷം ഉണ്ടാക്കി ജീവിച്ചോട്ടെ, യാതൊരു പ്രശ്നമില്ല. പക്ഷെ മറ്റുള്ളവർക്ക് ഇതൊരു പ്രചോദനമായി ഭാവി തലമുറ മൊത്തം തുണി ഊരുന്ന സാധനത്തെ അല്ലെ തുണി ഊരി പൈസ ഉണ്ടാക്കാവുന്ന ഒരു സ്ട്രാറ്റജിയിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ ഷഫീന ബീവിയുടെ ചാനലിൽ വന്ന ഇയാളുടെ ഇന്റർവ്യൂവും ഇയാൾ സെപ്പറേറ്റ് കൊടുത്ത ഇന്റർവ്യൂ ഒക്കെ നമ്മൾ റിയാക്ട് ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്തു. അതൊക്കെ ആയിട്ട് വരാം. വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം കേട്ടോ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകൾ രേഖപ്പെടുത്തുന്ന ഒരു വീഡിയോ കാണുന്നവരെ ബൈ.